മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരനാണ് കൊല്ലം സുധി. മിമിക്രി വേദികളിലൂടെ അദ്ദേഹം സിനിമയിലേക്കും ടെലിവിഷനിലേക്കുമെല്ലാം എത്തുന്നത്. സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറിയിരുന്നു കൊല്ലം സുധി. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്നും മലയാളികൾ ഇന്നും മുക്തരായിട്ടുമില്ല. അതേസമയം സമീപകാലത്തായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി നേരിടുന്നത് കടുത്ത സൈബർ ആക്രമണമാണ്. സോഷ്യൽ മീഡിയ റീലുകളിലും ഫോട്ടോഷൂട്ടുകളും ചെയ്യുന്നതിൻ്റെ പേരിലാണ് രേണുവിന് ആക്രമണം നേരിടേണ്ടതായി വരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ തളർത്തില്ലെന്ന് പറഞ്ഞ് മുന്നോട്ടു പോവുകയാണ് രേണു. ഇതിനിടെ ഇപ്പോഴിതാ കൊല്ലം സുധിയെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും സംസാരിക്കുകയാണ് അനൂപ് ജോൺ. സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായിരുന്നു അനൂപ്. സുധിച്ചേട്ടൻ്റെ അഭാവം ഒരിക്കലും നികത്താൻ പറ്റില്ല. സത്യത്തിൽ സുധിച്ചേട്ടൻ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ആരാധകർ സുധിച്ചേട്ടനുണ്ടായിരുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ച ശേഷമാണ് ഇത്രയും ആരാധകരെ കണ്ടുവരുന്നത് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞത്. ഷോ പോയിരുന്ന സമയത്ത് എന്തിനാണ് സുധിയെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനൂപ് പറയുന്നത്. പക്ഷേ സുധിച്ചേട്ടൻ്റെ നിഷ്കളങ്കത കാണാനും ആസ്വദിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹം ചുമ്മാ ഇരുന്ന് ചിരിച്ചാൽ മതിയായിരുന്നു. ചീത്ത വിളിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം. സുധിച്ചേട്ടൻ മരിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയധികം ഫാൻസ് ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്രയും ഫാൻസ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ സുധിച്ചേട്ടൻ വേറെ റേഞ്ചിലെത്തിയേനെയെന്നും അനൂപ് പറയുന്നു. പിന്നാലെയാണ് രേണുവിനെതിരെ സൈബർ ആക്രമണത്തെക്കുറിച്ചും അനൂപ് സംസാരിക്കുന്നത്. അവർ അവരുടെ രീതിയിൽ ജീവിക്കട്ടെ. നമുക്ക് അവരുടെ ജീവിതത്തിൽ കരിയറിലും കയറി ഇടപെടുകയോ അഭിപ്രായം പറയേണ്ടതായതോ ആവശ്യമില്ല. അവർക്ക് ജീവിക്കാൻ പണം വേണം. നമ്മൾ 2-3 ജോലികളൊക്കെ സെറ്റാക്കി കൊടുത്തതായിരുന്നു. താൻ ഫിറ്റല്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയായിരുന്നു. പിന്നീടാണ് ഈ ഫീൽഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും എനിക്ക് വിശദമായി അറിയില്ല എന്നും അനൂപ് പറയുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ജോലി കൊടുക്കാൻ ശ്രമം നടന്നിരുന്നു. സർക്കാർ ജോലിയെക്കുറിച്ച് വരെ ചർച്ച നടന്നിരുന്നു. അത് എവിടെ എത്തിയെന്ന് അറിയില്ല. പക്ഷേ അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ്. നമുക്ക് വിമർശിക്കാൻ ഒരു അവകാശവുമില്ല. അഭിപ്രായം പറയാമെന്ന് മാത്രം. വിമർശനം ലിമിറ്റ് കടന്നു പോകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നറിയില്ലെന്നും അനൂപ് പറയുന്നു.